10% ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ സ്ത്രീകളുടെ വാക്കുകളല്ല കേൾക്കേണ്ടത്. അവർ കേട്ടോട്ടെ. ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവരുടെ കുടുംബം പോയി നോക്കുക ആദ്യം. പറയുന്ന ഒരു ഫെമിനിസ്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഫെമിനിസ്റ്റിൻ്റെ വീട്ടിലോട്ടൊന്ന് പോയി നോക്കാമോ? അവിടെ എന്തായിരിക്കും? അച്ഛനുണ്ടാവില്ല, അമ്മ ഉണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല, മോനുണ്ടാവില്ല. നിങ്ങൾ പറയണം തന്നെ ആണുങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കണം. ഈ ആണുങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണോ? നൊന്ത് പ്രസവിച്ച ഒരു അമ്മയ്ക്ക് മനസ്സിന് വിഷമം ഉണ്ടാവില്ല. ഒരാണ് കുറ്റക്കാരനല്ലാന്ന് തെളിഞ്ഞു വരുന്ന ഒരമ്മ എന്തോരം, ചിലപ്പോൾ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ലായിരിക്കും എൻ്റെ മോൻ നിരപരാധി എന്ന് അറിയുമ്പോൾ. നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗങ്ങളൊക്കെ പുറത്ത് കാണിച്ച് ആണുങ്ങൾ നോക്കിപ്പോയാൽ കുറ്റം എന്ന് പറയുന്നത് തെറ്റ്. അതിനെന്താ ചെയ്യേണ്ടത്? ആണുങ്ങളായ നോക്കും. നമുക്ക് വനിതാ കമ്മീഷൻ ഉണ്ട്, നമ്മൾ ഇന്ത്യ ഓടും അങ്ങോട്ട്. എന്നെ പീഡിപ്പിച്ചു, എന്തിന്? ഈ പീഡിപ്പിക്കാൻ നിന്ന് കൊടുത്തിട്ടില്ലേ നമ്മൾ പീഡനം ഏറ്റുവാങ്ങണത്? ഈ പീഡിപ്പിക്കുന്നത് എപ്പോഴാവണത്? 1 മാസം 2 മാസം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് പീഡനമാവുന്നത്. ഒരു ദിവസം പീഡിപ്പിച്ച് പറയട്ടെ, നമ്മൾ കൂടെ നിൽക്കാം. നിങ്ങൾ ഇഷ്ടത്തോടുകൂടി പോയിട്ടുണ്ടെങ്കിൽ മുട്ടി വാതിലും തുറന്നു കൊടുത്ത് അവിടെയും കയറി പിന്നെ നിങ്ങളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞതിനടുത്ത് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റും. അവൻ മുട്ടി കുറേ കഴിയുമ്പോൾ അവൻ്റെ വെള്ളം ഇറങ്ങി അവൻ പൊക്കോളും തന്നെ പറഞ്ഞത് സത്യം. ഞാൻ നോക്കാറുണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് നല്ല ടാറ്റു ഒക്കെ അടിച്ച് നല്ല പയ്യന്മാരും. എന്ത് ഭംഗിയല്ലേ അവൻ്റെ ഡ്രസ്സിങ് നോക്കിക്കുക, അവൻ്റെ വാച്ച്. ഞാൻ പറയാറുണ്ട് അവൻ്റെ ഷർട്ട് കൊള്ളാം. ഇപ്പോൾ ഒരു സെറ്റും മുണ്ടെടുത്ത് വരുന്ന ഒരു ലേഡി, പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതാ, നല്ലപോലെ സെറ്റ് മുണ്ടെടുത്ത് വരുന്ന ഒരു ലേഡി ഒന്ന് കാറ്റത്ത് മാറി ആ സെറ്റ് മാറുമ്പോൾ കാണാനൊരു ഭംഗി വയറുണ്ടെന്ന് പറഞ്ഞത് സത്യം. ചേച്ചിയുടെ മാരേജിന്റെ ഒരു സക്സസ് കീ എന്തായിരിക്കും? എന്റെയോ? എൻ്റെ ക്ഷമ. നമ്മൾ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷമിച്ച് നമ്മുടെ ഭർത്താവ്, അച്ഛൻ, അമ്മ എന്ത് പറയുന്നതും കേട്ട് കുടുംബത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ അതൊരു കുടുംബത്തിൽ ഒരു സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാന്ന് പറയുന്നുണ്ടായാൽ മതി. അതാണ് കീ. എപ്പോഴും ഈ ഒരു കാര്യം പറയുമ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ക്രിറ്റിസിസം നേരിടാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ചേച്ചി പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളിൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ചേച്ചിയുടെ മാത്രം വ്യൂ ഉള്ള കാര്യങ്ങളാണ്. അതിൽ പലരും അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇപ്പം പെണ്ണ് ആണിന് കുറച്ച് താഴ്ന്നു നിൽക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചേച്ചി പറഞ്ഞിട്ടുമുണ്ട്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ദാമ്പത്യത്തിൻ്റെ ഒരു സക്സസ് കീ എന്നുള്ളത് പറഞ്ഞിട്ടുമുണ്ട്. ഇത് എത്രത്തോളം വർക്കൗട്ട് ആവും ഓരോരോ ഫാമിലി റിലേഷൻഷിപ്പിലും ഒക്കെ? അതിനൊരു ഉദാഹരണം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എല്ലാ പോസിറ്റീവ് കമൻസും വായിക്കുക. അതിൽ സ്ത്രീകൾ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്യില്ല. അതാണ് അതിൻ്റെ കീ. കാരണം സ്ത്രീകൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാന്ന് മനസ്സിലാവാൻ എൻ്റെ വാക്കുകൾ കൂടെ വേണ്ട. ഒരു കുടുംബം നോക്കുന്ന എല്ലാ സ്ത്രീകളും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ വാക്ക് സത്യസന്ധമായ വാക്കുകളാണ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കമന്റ് വരുന്ന എല്ലാം നോക്കിയാലും പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇപ്പോൾ സ്ത്രീകളുണ്ട്. അപ്പോൾ വളരെ കുറച്ച് 10% ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ സ്ത്രീകളുടെ വാക്കുകളല്ല കേൾക്കേണ്ടത്. അവർ കേട്ടോട്ടെ. ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവരുടെ കുടുംബം പോയി നോക്കുക ആദ്യം. പറയുന്ന ഒരു ഫെമിനിസ്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഫെമിനിസ്റ്റിൻ്റെ വീട്ടിലോട്ടൊന്ന് പോയി നോക്കാമോ? അവിടെ എന്തായിരിക്കും? അച്ഛനുണ്ടാവില്ല, അമ്മ ഉണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല, മോനും ഉണ്ടാവില്ല. മിക്കവാറും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. പക്ഷേ എന്നെപ്പോലെയുള്ള ആൾക്കാർ മാക്സിമം എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എൻ്റെ കൂടെയുള്ള എൻ്റെ അച്ഛനായാലും അമ്മയായാലും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഞാൻ തന്നെയാണ്. എനിക്ക് അഹങ്കാരം കൊണ്ട് പറയാം. കാരണം ഞാൻ അതുപോലെ അവർ നോക്കുന്നുണ്ട്. അതുപോലെ കുറേ പേര് നമ്മുടെ കൂടെ തന്നെ സ്ത്രീകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇങ്ങനെ അല്ലാതെ തിങ്ക് ചെയ്യുന്നത്. അവർ ആ വഴിക്ക് പോയിക്കോട്ടെ എന്ന്. അവർക്ക് അതുകൊണ്ടൊരു മനസ്സിന് സുഖം കിട്ടുമെങ്കിൽ അവർ ആ രീതിയിൽ പോകും. നമുക്ക് മാറ്റാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ നിലപാട്, എൻ്റെ ഈ നിലപാട്, എൻ്റെ സ്വന്തമായിട്ടുള്ള നിലപാടിൽ ഞാൻ പോകും. എന്നെ ആരും ഇപ്പോൾ കുറേ പേര് പുച്ഛമൊക്കെ ആയിട്ട് പറഞ്ഞു, അയ്യോ എന്താണെന്നൊക്കെ. പക്ഷെ എനിക്കതൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, സത്യസന്ധമായ വാക്കുകൾ മാത്രം പറയുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ പലപ്പോഴും പല ആൾക്കാരും ഈ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈക്വാലിറ്റിക്ക് വേണ്ടിയാണെന്ന് പറയുമെങ്കിലും ഇവർ പലപ്പോഴും ആണുങ്ങളെ അവിടെ നിർത്തിയിട്ട് പിന്നെ അതിന് മുകളിലേക്ക് പെണ്ണുങ്ങൾ കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷെ അവർ പറയുമ്പോൾ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് സംസാരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫെമിനിസം എന്താണ്? ഞാൻ പറയട്ടെ, ഒരു ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കുടുംബ തകർച്ചയാണോ അവർ ഉദ്ദേശിക്കുന്നത്? ഒരു ഫാമിലി നല്ലോണം ഫാമിലിയെ കുത്തിത്തിരിപ്പിച്ച് അവരെ ഡൈവോഴ്സ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക, എന്താണ് ഫെമിനിസം? ഒരു സ്ത്രീ ഒറ്റപ്പെട്ട് നിന്ന് പോരാടുവാണോ? ഒരു പുരുഷൻ ശരിയല്ല അവനെ താഴോട്ട് ഇറക്കുന്നു പറയുന്നതാണോ ഫെമിനിസം? അല്ല. ഞാൻ പറഞ്ഞ തുല്യരാണ്. ഒരു സ്ത്രീയും പുരുഷനും തുല്യർ തന്നെയാണ്. ഞാൻ എൻ്റെ നിലപാട് മാത്രമേ പറഞ്ഞു, വേണമെങ്കിൽ സ്വീകരിക്കാം. ഞാൻ എപ്പോഴും ആണുങ്ങളെ റെസ്പെക്ട് ചെയ്യും. അത് എൻ്റെ ഒറ്റ മനസ്സിൻ്റെ ഒരു കാര്യമാണ്. അത് ആരും എന്നെ പഠിപ്പിക്കണമെന്നല്ല, അത് എനിക്ക് തന്നെ തോന്നിയതാണ്. ഞാനത് ഏതൊരാളാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് പറഞ്ഞിട്ടുണ്ട്, തല്ലി പോയവനാണെങ്കിലും ഒരാണാണോ ഞാൻ തിരിച്ച് അയാളോട് സംസാരിച്ചിരിക്കും.
ചിലപ്പോൾ എനിക്കത് പറ്റാറില്ല, അതെൻ്റെ മനസ്സിൻ്റെ ആയിരിക്കും. ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പറയണേ, ഇപ്പം ഞാൻ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടാവും ചിലവർക്ക്. 10% ആൾക്കാർക്ക്, 90% ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. ഞാൻ ആദ്യം വിചാരിക്കറിയോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾ മുഴുവൻ എനിക്കെതിരാവും, എന്ത് കുലസ്ത്രീ, ഒരു കുലോ ഇല്ല, സ്ത്രീയാണ്. കുലമൊക്കെ അവിടെ മാറ്റി വയ്ക്കുക, അതൊക്കെ പണ്ട്. ഇന്നത്തെ കാലത്ത് കുലമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ലൈഫ് എന്താണ്? ഞാൻ പറയട്ടെ, എന്നെക്കാൾ എത്ര വയസ്സ് താഴെയാണ് മോള് അല്ലേ? ഇന്ന് മോളുടെ അറിവ് എനിക്ക് ഇപ്പം ഉണ്ടാവില്ല, മോൾക്ക് നല്ല അറിവുണ്ടാവും. കാരണം എന്താ, നമ്മുടെ കാലാവസ്ഥ എല്ലാം മാറി, നമ്മുടെ വരുന്ന എല്ലാ പഠനങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. ഒരു മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ മൊബൈലിൽ നിന്ന് കിട്ടും. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒന്നുമില്ല, A+B² അത് മാത്രമേ ഉള്ളൂ. അത് മാത്രം പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ. 1, 1, 2 ഇത്രയൊക്കെ എൻ്റെ അറിവുള്ളൂ. ഇന്ന് അതാണോ? മാത്സ് എടുത്ത് നോക്കിയാൽ പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പുറത്ത് കോമിയിട്ട് അവിടെ കയറ്റി വെച്ച്, ഇതൊന്നും എനിക്കറിയില്ല. ഉള്ള സത്യസന്ധമായ കാര്യം, എൻ്റെ മോനെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം കാലം മാറി. എൻ്റെ മോനിപ്പോൾ 16 വയസ്സായെങ്കിൽ അവന് മൊബൈൽ എടുത്ത് നോക്കിയാൽ പഠിക്കാവുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. തെറ്റെന്താണെന്ന് അറിയാനുള്ള അവസ്ഥ ആ മൊബൈലിനകത്തുണ്ട്. മനുഷ്യനല്ലേ നമ്മളിവിടെ ജീവിക്കുന്നത്, പിന്നെ എന്തിനാ മൊബൈൽ വെറുതെ സിനിമ കാണാനും പാട്ട് കാണാനുള്ളതല്ല, അതിനകത്ത് പഠിക്കാനുള്ളതില്ലേ. എന്നെക്കാൾ അറിവ് കുട്ടിക്കുണ്ട്, ഞാൻ പറയുന്നത് ശരിയല്ലേ? ആണ് അല്ല, ഞാൻ മോളുടെ പ്രായത്തിലുള്ള അറിവല്ല അപ്പോൾ മോൾക്ക് എനിക്കുണ്ടായിരുന്നത്. അന്ന് മോളുടെ ഈ പ്രായത്തിൽ എനിക്ക് അത്ര അറിവില്ല. പക്ഷെ ഇന്ന് മോൾക്ക് എന്നെക്കാൾ നല്ല അറിവ് ഉണ്ട് എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ, ഇല്ലേ? കാലം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയണത്, എന്ത് കാലം മാറിയും എന്തൊക്കെ വന്നാലും എനിക്ക് ഒറ്റ അഭിപ്രായമേ ഉള്ളൂ, കുടുംബം, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ആൾക്കാർ, ഇതൊക്കെ റെസ്പെക്റ്റും സ്നേഹം കൊടുത്ത് നിന്നാൽ നമുക്ക് ജീവിച്ചു പോകാം. ഈ ആണുങ്ങൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ഒരു സ്ത്രീ ആയിട്ട് മാറി ഇപ്പോൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ പ്രിയങ്ക ചേച്ചി. അതിനകത്ത് എന്തെങ്കിലും ആളുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊന്നും പറയണ്ട, ലൈക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ പറയണമെന്നാണ് ആണുങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കണമെന്ന്. ഈ ആണുങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണോ? നൊന്ത് പ്രസവിച്ച ഒരു അമ്മയ്ക്ക് മനസ്സിന് വിഷമം ഉണ്ടാവില്ലേ? ഒരാണ് കുറ്റക്കാരനല്ലാന്ന് തെളിഞ്ഞു വരുന്ന ഒരമ്മ എന്തോരം, ചിലപ്പോൾ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ലായിരിക്കും എൻ്റെ മോൻ നിരപരാധി എന്നറിയുമ്പോൾ. ആ ദുഃഖങ്ങളൊക്കെ ആര് തീർക്കും? ഭാര്യ. അതൊരു സ്ത്രീയല്ലേ? എന്ത് ഈ ആണുങ്ങൾക്കൊപ്പം മാത്രം നിൽക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ആണുങ്ങളാണോ? വളർന്നു വരുന്നൊരു പെൺകുട്ടി, ആ കുട്ടി വളർന്ന് 20 വർഷം, ഞാൻ തന്നെ 20 വർഷം കൊണ്ടാണ് ഒരു കേസ് തെളിയിച്ച് വന്നത്. 20 വർഷമാകുമ്പോൾ ആ കുട്ടിയുടെ പ്രായം എന്താണ്? അപ്പോഴും അച്ഛൻ തെറ്റുകാരനാ, തെളിവ് വന്നിട്ടില്ല, കോടതിയിൽ നിന്ന് വന്നിട്ടില്ല നിരപരാധി എന്നുള്ളത്. അതുവരെ അനുഭവിക്കുന്ന സ്ത്രീയല്ലേ? ഞാൻ ഏത് പുരുഷനൊപ്പം നിന്നത്? ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു ജിഷൻ എന്തോ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലേ, സ്പോട്ടിൽ കൊല്ലണമെന്ന്. എന്താ അത് സ്ത്രീയല്ലേ? ഞാൻ സ്ത്രീകൾക്കൊപ്പം തന്നെയാണ് ഇപ്പോഴും. അത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഈ കുറ്റം ചെയ്ത പുരുഷൻ്റെ അച്ഛനും അമ്മയും മക്കളും, ഇനി അത് പോട്ടെ, ആ പുരുഷൻ്റെ ഭാര്യ, വീട്ടിൽ ഭർത്താവിനെ നോക്കി നിൽക്കുന്ന ഭാര്യ സ്ത്രീയല്ലേ? അവരുടെ ഒപ്പം നിൽക്കണ്ടേ നമ്മൾ? അതിനുവേണ്ടി ഞാൻ വാദിക്കുന്നത്. ഇനി ഇങ്ങനെ വരാതിരിക്കാൻ ഒരു മെൻസ് കമ്മീഷൻ വന്നു കഴിയുമ്പോൾ ഈ പുരുഷന്മാർക്ക് സംസാരിക്കാൻ ഒരു വേദി ഉണ്ടാവും. ആ വേദിയിൽ പോയി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, ഇല്ലേ? നമുക്ക് വനിതാ കമ്മീഷൻ ഉണ്ട്, നമ്മൾ മിണ്ടിയ ഓടും അങ്ങോട്ട്. എന്നെ പീഡിപ്പിച്ചു, എന്തിന്? ഈ പീഡിപ്പിക്കാൻ നിന്ന് കൊടുത്തിട്ടില്ലേ നമ്മൾ പീഡനം ഏറ്റുവാങ്ങണത്? ഈ പീഡിപ്പിക്കുന്നത് എപ്പോഴാവണത്? 1 മാസം 2 മാസം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് പീഡനമാവുന്നത്. ഒരു ദിവസം പീഡിപ്പിച്ച് പറയട്ടെ, നമ്മൾ കൂടെ നിൽക്കാം. ഞാൻ നിൽക്കാം അവരുടെ കൂടെ. ഒറ്റ ദിവസം ഒരു പെണ്ണിനെ പീഡിപ്പിച്ചെന്നാണ് നിൽക്കണം അവരുടെ കൂടെ, നമ്മൾ നിൽക്കാം. ഇപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ വെച്ച് നോക്കുക, ഞങ്ങളൊക്കെ അവരുടെ ഒപ്പം ഉണ്ട്. നമ്മൾ അവരുടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. ആരാ പറഞ്ഞ് നിൽക്കുന്നില്ലെന്ന്? സ്ത്രീകളുടെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം ഞാൻ പുറത്ത് പോകുമ്പോൾ എല്ലാ സ്ത്രീകളും പറഞ്ഞ ഒറ്റ വാക്കുകൾ, ചേച്ചി ആ പറഞ്ഞതുണ്ടല്ലോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഞാൻ ചേച്ചിയുടെ കൂടിയാന്ന് പറഞ്ഞാൽ എത്ര സ്ത്രീകളുണ്ട്. പിന്നെ എന്തിനാ വെറുതെ ഞാൻ പുരുഷൻ്റെ കൂടിയാന്ന് പറയണേ? എന്താ വിഷമമുണ്ടല്ലേ ചിലവർക്ക് കേൾക്കുമ്പോൾ? അത് ചില ആൾക്കാർക്ക് 10% ആൾക്കാർ ഭയങ്കര വിഷമമാണ്. അയ്യോ ഇവള് പുരുഷന്മാരുടെ, ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല ഒരു പുരുഷനെ ഒരു പെണ്ണ് സപ്പോർട്ട് ചെയ്യണത്. അത് ഞാൻ ചെയ്യും, ഇനി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്യും. ആരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നെ പുറത്തിറങ്ങി കാണിച്ചു തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ കാണിച്ചു വരുന്ന ഒരു സന്ദർഭം വന്നാൽ ഇപ്പോൾ കേരളത്തിൽ എൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടംപോലെ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. എനിക്ക് എന്ത് പേടി? ഞാൻ നടക്കും, രാത്രിയായാലും പകലായാലൊക്കെ നടക്കും. ഇനി അങ്ങനെ കൊല്ലാനോ വിധിയെ അങ്ങ് കൊന്നോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ നേരത്തെ വാതിൽ മുട്ടുന്ന ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറേയൊക്കെ എനിക്ക് ചേച്ചിയുടെ ഭാഗത്ത് ഭയങ്കര ശരിയുണ്ടെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും അതിനുള്ളൊരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ വരുന്നതെന്ന്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയണം, നമ്മുടെ അടുത്ത് ഇപ്പം വേറൊരാൾ മോശമായിട്ട് ഒരാളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണെന്ന് വെച്ചോ, പക്ഷെ ആ ആൾ തന്നെ എനിക്ക് പരിചയമുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു പെരുമാറ്റം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വെച്ചിരിക്കുന്ന ആ ലിമിറ്റേഷൻസിൻ്റെ ഒക്കെ ആ ഒരു രീതിയിൽ നിന്നിട്ടാണ് അവർ നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിന് ഇടയുണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത്
ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ പലപ്പോഴും എല്ലാവരും ആ സൈഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ സൈഡിൽ നിന്നിട്ട് സംസാരിക്കുള്ളൂ, എന്തിന് അവർ ആ വാതിൽ മുട്ടി എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുള്ളൂ. ചേച്ചിയുടെ വ്യൂ എനിക്ക് ഭയങ്കര കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ചേച്ചി എങ്ങനെയാണ് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പറയുന്നത്? ഒരു സിനിമ ഫീൽഡ് അല്ല, ഏത് ജോലിക്കാണെങ്കിലും നമ്മളോട് ബാഡായിട്ട് ബിഹേവ് ചെയ്താൽ നമുക്ക് വേണേൽ അപ്പം തന്നെ നമുക്ക് അവിടെ നോ പറയാം, സോറി എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, എനിക്ക് ഈ ജോലി നിങ്ങൾക്ക് അല്ല ഇത് ചെയ്തിട്ടേ ഈ ജോലിക്ക് നിൽക്കാൻ പറ്റില്ല, സോറി എനിക്ക് ഈ ജോലി വേണ്ട എന്ന് പറയാനുള്ള ആർജവം സ്ത്രീകൾ പെൺകുട്ടികളും കാണിക്കാൻ നോക്കുക. ഇനി ഇത് ഇല്ലാതെ ശരി ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, ഇല്ല ഓക്കെ അങ്ങനെ പറയാൻ പോകുന്ന ആൾക്കാരെ അങ്ങനെ വിടുക. ഇനി അതൊന്നുമല്ല, നിങ്ങൾ ഇഷ്ടത്തോടു കൂടി പോയിട്ടുണ്ടെങ്കിൽ മുട്ടി വാതിലും തുറന്നു കൊടുത്ത് അവിടെയും കയറി പിന്നെ നിങ്ങളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞതിനടുത്ത് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അവൻ മുട്ടി കുറേ കഴിയുമ്പോൾ അവൻ്റെ വെള്ളം ഇറങ്ങി അവൻ പൊക്കോളും തന്നെ പറഞ്ഞത് സത്യം. എന്തിനാ നമ്മൾ തുറന്ന ആവശ്യമില്ലാതെ നിൽക്കണത്? ഞാൻ ചോദിക്കാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു യൂബർ വണ്ടി ഓടിക്കുന്നവന് പോലും ഇപ്പൊ പേടി. എന്തുകൊണ്ടാ? ഈ രാത്രി സമയത്ത് യൂബറും ബുക്ക് ചെയ്ത് നല്ല വെള്ളം അടിച്ച് ഒരു പെൺകുട്ടി വണ്ടി കയറി ഇരുന്നിട്ട് അവനെ നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാണ് അവള് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവം ചെറിയ കുട്ടികളും അച്ഛനും അമ്മയൊക്കെ ഉള്ള ഇയാൾ കഷ്ടപ്പെട്ടിട്ടാണ് ആ വണ്ടി ഓടിച്ച് രാത്രി മുഴുവൻ ഒരു 3000-4000 രൂപ ഒപ്പിക്കുന്നത്. ഇയാൾക്ക് കേസ് വന്ന ഇയാൾ എന്ത് ചെയ്യും? അതുവരെ സ്ത്രീകളെ പേടിയായി തുടങ്ങി. എന്തുകൊണ്ടാണ്? ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാ. ഇത് ആണുങ്ങളെ മാത്രം ആരോപിക്കുക, അത് ശരിയായ നിലപാടല്ലല്ലോ. അതന്നെ ഞാൻ പറഞ്ഞത്. നമുക്ക് ഇഷ്ടമുണ്ടോ നമുക്ക് ആരുടെയും പോകാനുള്ളത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോകാം. ഈ പോയി കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചത് എന്താണ്, സിനിമ ഫീൽഡിൽ എന്നോട് പ്രതികരിക്കുന്ന പോലെ മോളോട് പ്രതികരിക്കുമോ അതല്ലേ ചോദിച്ചല്ലേ. എനിക്ക് ഇതുവരെ സിനിമ ഫീൽഡിൽ നിന്ന് അനുഭവം വന്നിട്ട് എനിക്കത് ഫേസ് ചെയ്യാൻ അറിയാം. പറ്റില്ല. അയ്യോ മോനെ എന്തിനാടാ, നമ്മൾ പാവം പറഞ്ഞു നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ജോലി ചെയ്ത് പോകും. എനിക്ക് തീരെ നിവൃത്തിയില്ലാതെ ഞാൻ പടം അങ്ങ് വിട്ടേക്കും. എനിക്ക് വേണ്ടെന്നേ ആ സിനിമ. എനിക്ക് വീട്ടിലിരുന്ന എൻ്റെ വീട്ടിൽ നോക്കിയിരുന്ന് അത്യാവശ്യം ഇനിയിപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന നാളെ ഇത്തിരി കഞ്ഞിയും പയറും കഴിക്കാനും എൻ്റെ മനസ്സ് ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിന് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ വീട്ടിലിരുന്ന് കഞ്ഞിയും പയറും കഴിച്ചുകൊണ്ടിരിക്കുക, അത്രയും. ഇതിങ്ങനെ വലിയൊരു പ്രശ്നമാക്കി പറയുമ്പോഴേക്കും അത് സോഷ്യൽ മീഡിയ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് തിങ്ക് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലാപാർവതി ചേച്ചി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വിഷയം ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു, പോടാന്ന് പറയണം എന്ന് അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ലാഘവത്തോടു കൂടി അത് നമ്മൾ നോ പറയാനായിട്ട് പഠിക്കണം. ഇത് വലിയ പ്രശ്നമാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് അല്ല. ഇതിപ്പോൾ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരാൾക്കുണ്ടായ ഒരു അനുഭവം. ഫസ്റ്റ് പടം വന്നപ്പോൾ തന്നെ അതിലെ നായകൻ മോശമായിട്ട് ബിഹേവ് ചെയ്തു. അപ്പം തന്നെ പറയാതെ ആ പടം മുഴുവൻ അഭിനയിച്ച് തീർത്ത്. കാരണം ആ പടം അവർക്ക് ആവശ്യമാണ്. അതുവരെ ആ നായകനെ കുറിച്ചൊന്നും മിണ്ടാതെ പടം മുഴുവൻ കഴിഞ്ഞ് അതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ട് ആ അവസാനം വന്ന് പറയണ കാര്യത്തിൽ ഒട്ടും യോജിക്കാൻ പറ്റില്ല. അതാണോ ശരി? തോന്നണുണ്ടോ ശരിയാണോ? സ്പോട്ടിൽ പ്രതികരിച്ചാൽ എന്താ കുഴപ്പം? ഒന്നും സംഭവിക്കാൻ പോലുള്ള ഇത് അതോടുകൂടി ആ കുട്ടിയുടെ ലൈഫ് പോവുമോ? ഇല്ല. അവസാനം പറയണേക്കാൾ ഭേദം ആദ്യം പറഞ്ഞ് നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കണത്. പിന്നെ ഈ ചാനലുകാരുടെ കാര്യം എന്താണ്? അവരവരുടെ ജോലി ചെയ്യും. എന്ത് ന്യൂസ് കിട്ടിയാലും അവർക്ക് റീച്ച് കിട്ടാനും അവർ ചെയ്യും, ഇല്ലേ? അത് അവർക്ക് റേറ്റിംഗ് കൊടുക്കണം, അവരുടെ കാര്യമാണ്. അതപ്പോൾ ഒരു കഷ്ണം ഒരു ചെറുത് എൻ്റെ വായിൽ നിന്ന് വീണാൽ അത് അവർ കൊണ്ടുപോകും. കൊണ്ട് എവിടെ വരെ എത്തിക്കാമോ അത്ര റീച്ച് കിട്ടണം അവർ ചെയ്യും. അത് അവരുടെ ജോലിയല്ലേ. ഈ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലില്ലേ ഒരു സിനിമ, ആ സിനിമയിലുള്ള ഒരാളോടുള്ള ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ആ സിനിമ ഉപേക്ഷിക്കുന്നതാണോ നല്ലത്, അത് തെറ്റാണോ അങ്ങനെ ഉപേക്ഷിക്കുന്നത്? അതായത് ആ പടത്തിൽ എന്തെങ്കിലും മോശം ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പടം ഉപേക്ഷിക്കുന്നതാണോ നല്ലത്, അതോ അത് ആ പടത്തിനോട് ചെയ്യുന്നത് ഒരു തെറ്റാണോ? ഒരു തെറ്റുമില്ല. നമുക്ക് തീരെ പറ്റാത്ത ജോലിയാണ്, ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. എൻ്റെ അഭിപ്രായം അങ്ങനെ. ചേച്ചി ഉപേക്ഷിച്ചു? ഞാൻ ഉപേക്ഷിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് പറ്റാത്തൊരു പടത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. മോനെ ശരിയാവൂലെന്ന് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ പടമൊന്നും പറയാൻ തയ്യാറല്ല. കാരണം എന്താ അറിയോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫ്ലാഷ് ബാക്കിൽ നടന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറല്ല. ആണോ? ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആരായിരിക്കും? ഞാൻ അമ്മയെ ചിന്തിക്കുള്ളൂ. ആ പറഞ്ഞ ആളുടെ അമ്മേനെ ഞാൻ ആദ്യം ആലോചിക്കും. കാരണം അമ്മമാരുടെ മനസ്സ് വേദനിപ്പിക്കരുത്, അല്ലേ? അപ്പം അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. അതൊക്കെ എൻ്റെ ആവശ്യമാണ്. ആ പടത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ പോയിരിക്കും. അന്ന് പോയിന്ന് വെച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് അടുത്ത പടം കിട്ടിയിരിക്കും. അതൊന്നും വിഷമിക്കേണ്ട കാര്യം, നമുക്ക് കഴിവുണ്ടോ നമുക്ക് വിളിച്ചിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരാണ് കൂടുതൽ. അല്ലെങ്കിൽ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പോക്കാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. പക്ഷെ ഇപ്പോൾ അതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ആ പറയുന്ന ടോണേ കംപ്ലീറ്റ് മാറുന്നുണ്ട്. ചേച്ചിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് ഞാൻ വന്നിരുന്ന സമയത്തൊക്കെ ഞാൻ അമ്മയും കൊണ്ടാണ് ഇത്രയും കൊറോണ വരെ അമ്മ കൂടി. എന്ന് വെച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ.
ഞാൻ അങ്ങനെയൊക്കെ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയി അഭിനയിക്കാം, കാരണം ഒരു വിഷയമില്ല. അതുപോലെ കാലം മാറി. ഇപ്പോൾ അച്ഛനമ്മമാർക്ക് മോള് സിനിമ നടിയാക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഫാഷൻ ഷോന് പോകുമ്പോൾ താഴെ ഇരുന്ന് നോക്കണം അച്ഛനും അമ്മയാണ്. കാലം മാറി. മക്കളെ അതുപോലെ എന്തിഷ്ടമുണ്ടോ ആ കുട്ടികളുടെ ഇഷ്ടത്തിന് ഈ പാവപ്പെട്ട അച്ഛനും അമ്മയും അവരുടെ അമ്മയും അച്ഛനും ഉണ്ടാവും. അമ്മൂമ്മമാരാണെങ്കിൽ പോലും പേരക്കുട്ടി വന്ന് സ്റ്റേജിൽ കയറുമ്പോൾ കണ്ണ് നിറഞ്ഞ് താഴെ ഇരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ പറയുന്ന കുട്ടികളോടും സിനിമയിൽ വരുന്ന കുട്ടികളോടും പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, മറക്കരുത്. ആ അച്ഛനും അമ്മയും ആ അമ്മൂമ്മയാണെങ്കിലും മറക്കരുത്. അവരെ ഒരുപാട് സങ്കടവും സന്തോഷവും ഒക്കെ കലർന്നിട്ടാണ് അവർ ആ പുറത്തിരിക്കുന്നത്. അതിന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി ഈ അച്ഛനും അമ്മയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോയി ചാടാനോ ഇടവരുത്താതെ നമ്മുടെ സിനിമയിലാണോ നമ്മൾ അഭിനയിച്ച ഒരു പടം വിജയിച്ച് നല്ല രീതിയിൽ തന്നെ ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുക. ആ ജോലി എനിക്ക് ആപ്റ്റാണെന്ന് തോന്നി അത് തന്നെ കൊണ്ടുപോകാൻ കണ്ടിന്യൂ ചെയ്ത്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ മറന്നിട്ടുള്ള ഒന്നും ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ഗുണം ചെയ്യില്ല. അതെൻ്റെ ഇപ്പോൾ വരുന്ന തലമുറയോട് പറയാനുള്ള ഒരു അഡ്വൈസാണ്. അത് അച്ഛനമ്മ മാത്രമല്ല കേട്ടോ, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരായിരിക്കും അറിയോ? ആ അമ്മയുടെ അമ്മയും ആ അച്ഛൻ്റെ അമ്മയൊക്കെയാണ്. കാരണം അവർക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടേക്കണതിൽ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ മോനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അനൂപിൻ്റെ അച്ഛനും അമ്മയാണ്, എൻ്റെ അമ്മയാണ്. അറിയോ, എന്നെക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം എൻ്റെ മോനെയാണ്. അത് ഭയങ്കര ഞാനത് അനലൈസ് ചെയ്തതാണ്. അപ്പൊ അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എനിക്ക് എന്താണെന്നറിയോ ഇവരോടൊക്കെ ഇത്രയും സ്നേഹം. ഞാൻ വർക്കിന് പോയാൽ എൻ്റെ ഭർത്താവിനും എൻ്റെ മോനും ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് എൻ്റെ അമ്മയാണ്, അനൂപിന്റെ അമ്മയാണ്. വയ്യെങ്കിൽ പോലും ആ മോൻ പറയണത് മുഴുവൻ എൻ്റെ അമ്മ ചെയ്തു കൊടുക്കുന്നു. എത്ര വിഷമമുണ്ടെങ്കിലും വയ്യെങ്കിലും കൊടുക്കാൻ കാരണം എന്താ? അത്രയും സ്നേഹം കൊണ്ടായിരിക്കില്ലേ. എൻ്റെ അമ്മ എൻ്റെ മോനെ ഒന്ന് വിളിച്ചാൽ മതി, ഒരു നേരം സൗണ്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ആളാണ് എൻ്റെ അമ്മ. അപ്പൊ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഇവരൊക്കെയാണ്. അവരെ വിഷമിപ്പിക്കരുത്, നമ്മൾ പെൺകുട്ടികളെ അവരെ വിഷമിപ്പിക്കരുത്. കാരണം ഇന്ന് എറണാകുളം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ പറഞ്ഞാൽ വിശ്വസിക്കില്ല. മോളുടെ പ്രായമുള്ള പെൺകുട്ടികളൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്. രാത്രി 5 മണിക്കും എല്ലാം ഞാൻ കണ്ടതാണ്. ഞാൻ കാണാൻ പോകാറുണ്ട്, കാരണം എനിക്കറിയണം ഈ ലോകത്ത് എന്ത് പറയുക. ഞാനും പുറത്ത് പോകാറുണ്ട്, 4 മണിക്കും 3 മണിക്കൊക്കെ ഞാൻ പോയി നോക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയണത് അങ്ങനെ നടന്ന് ജീവിതം കളയരുത്. കാരണം വിഷമിക്കും, നിങ്ങൾ സുഖമായിട്ട് നടക്കുമായിരിക്കും ആ ടൈമിൽ. അത് കഴിഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങൾ വരും. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങിയിട്ട് വേണം നമ്മൾ പുറത്ത് ഇതുപോലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ. പോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമാണ് പോണത്. പക്ഷെ അവരെ വേദനിപ്പിക്കരുത്. ഈ പണത്തിനും ലക്ഷറി ലൈഫിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പെൺകുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പോക്കിൽ കൂടെ ആ നേരത്തുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ആ നേരത്തുള്ള ഒരു ലക്ഷറി ലൈഫും കാര്യങ്ങളും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നീടുള്ള ലൈഫ് നമ്മളൊരു പേടിയോടുകൂടി നമ്മൾ ജീവിക്കും. അതാ പറഞ്ഞത്. അതിന് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് നമ്മുടെ പേരൻസിനെയാണ്. ഇപ്പോഴും എൻ്റെ അമ്മയാണെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ വിളിക്കും, വീട്ടിൽ നീ എവിടെയാ? 9 മണിയാകുമ്പോൾ വിളിച്ചിരിക്കും, 10 മണിയാകുമ്പോൾ വിളിച്ചിരിക്കും. എന്തിന്? എനിക്ക് 16 വയസ്സുള്ളൊരു മോനുണ്ട്. എങ്കിൽ പോലും അവരുടെ കരുതലാണത്. അതുപോലെ ഇപ്പോഴും ഞാൻ പറയണത് നിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എന്തൊക്കെ ചെയ്തോ, നിങ്ങൾ ഇഷ്ടത്തിന് നിന്നോ, നിങ്ങൾക്ക് പോണോടത്ത് പോകാം, അതിനുള്ള ഫ്രീഡം ഒക്കെ ആര് തരുന്നുണ്ട്? അച്ഛനും അമ്മയും തരുന്നുണ്ട്, ഇല്ലേ? നിങ്ങളെ ദൂര സ്ഥലത്ത് നിന്ന് കഷ്ടപ്പെട്ടായിരിക്കും അവർ പൈസ അടച്ച് നിങ്ങളെ ഹോസ്റ്റലിലാണെങ്കിലും ഫീസും കൊടുത്ത് കൂലിപ്പണി ചെയ്തിട്ടായിരിക്കും ചിലർ വിടുന്ന കുട്ടികളെ. പക്ഷെ ആ കുട്ടികൾ നശിച്ചു പോകരുത്. അവർ ചിന്തിക്കണം, തിരിഞ്ഞു നോക്കണം, അച്ഛനും അമ്മയും എന്നെ എത്ര കഷ്ടപ്പെട്ടാണ് വിടണമെന്ന്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് തന്നെ ഞാൻ പറയാം, 16 വയസ്സായ മോനുണ്ട്. അവൻ +2 കഴിഞ്ഞ് അവൻ പറയും, അമ്മ എനിക്ക് ജർമ്മനിയിൽ പോയി പഠിക്കണം, അമേരിക്കയിൽ പോയി പഠിക്കണം, ഇത്ര ലക്ഷം രൂപ, ഇത്ര കോടി രൂപയാവും. നമ്മളത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എന്താ വിചാരിക്കേണ്ട? എൻ്റെ പഠനം ഇവർ കളഞ്ഞു എന്നുള്ള ചിന്ത വരില്ലേ? ഇന്നത്തെ കാലത്ത് എല്ലാ മക്കളും നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ 16-17 വയസ്സാകുമ്പോഴേക്കും അവർ പോകും, അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോഴും ആ പോകുന്നവർ ചിന്തിക്കണേ, നിങ്ങളെ മാത്രം ഓർത്തിരിക്കുന്ന ഒരു 3-4 ആൾക്കാർ പുറകിലുണ്ട്. ഞാൻ എന്നെയും എൻ്റെ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല, അവരുടെ അമ്മയും അച്ഛനെയും കൂടെ നമ്മൾ ചിന്തിക്കണം. അത്ര സ്നേഹമാണ് അവർക്ക് പേരക്കുട്ടികളോട്. ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് എൻ്റെ അനുഭവം. ഞാൻ പറഞ്ഞത് ഇതെൻ്റെ അനുഭവവും നിലപാടാണ്. അവർ മറക്കരുത്. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എൻ്റെ അമ്മയെക്കാളും കൂടുതൽ സ്നേഹിക്കണമെന്ന് അറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, നൊന്ത് പ്രസവിച്ച് എൻ്റെ മോനെയും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് നോക്കുന്നത്. അപ്പം പിന്നെ അവരല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തെ പോലെ കാണേണ്ടത്. ഞാൻ ഒരു കുറ്റം പറയില്ല. എന്നെ ഞാൻ പറഞ്ഞിട്ട് എന്നെ തല്ലി ഓടിച്ചാലും ഞാൻ പോകത്തില്ല, ഞാൻ ഇവിടെ കിടക്കും. അതെൻ്റെ നിലപാടാണ്. അത് കണ്ടിട്ട് ആരും പറയണ്ട, പ്രിയങ്ക അയ്യോ നിങ്ങൾ അങ്ങ് പറയണ്ട, അതെൻ്റെ ഇഷ്ടമാണത്. എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ നോക്കാറില്ല. പിറ്റേ ദിവസം അമ്മയെ നമ്മൾ വിളിച്ചു തരുന്ന ആളാണ് ഞാൻ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരോടും അങ്ങനെ വരാക്കിയില്ല. എൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ പറയൂ കേട്ടോ, അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം അല്ലേ? മോക്ക് അമ്മയില്ലേ, നമുക്ക് അമ്മയോട് എന്തും പറയാലോ. പോയല്ലോ പണി നോക്കി, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ മറ്റേതൊക്കെ പറയാൻ നമുക്ക് മനസ്സനുവദിക്കും. ഈ വസ്ത്രധാരണത്തിന്റെ കാര്യത്തില് ഇപ്പം
നമ്മൾ ഈ ഇനോഗ്രേഷൻസിനാണ് ആ ഒരു കാര്യം ഏറ്റവും കൂടുതൽ നമ്മൾ ഇങ്ങനെ ക്രിറ്റിസിസം ചെയ്യുന്നത്. മോഡലിംഗ് ഒക്കെ അതൊക്കെ ഒരു സൈഡിലേക്ക് ഒതുങ്ങി. ഇപ്പോൾ പല പല ഇനോഗ്രേഷൻസിനും പല പല നടിമാരും ഇട്ട് വരുന്ന ഡ്രസ്സ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നതിനാണ് കുറ്റം എന്നുള്ളത് തോന്നിപ്പോവും. അവരിട്ടിട്ട് വരുന്നതിൽ കുഴപ്പമില്ല. പല ആണുങ്ങളും ഇങ്ങനെ എന്താ പറയുക, അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, ചെറിയ ഫോണിലാണെങ്കിൽ അവരെ വീഡിയോ എടുത്തിട്ട് ഇടുന്ന കുറേ റീൽസ് ഒക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. അപ്പം ഇത് അത് അവരുടെ കുഴപ്പമാണ് എന്ന രീതിയിലും നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല, അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയാം. പക്ഷേ നോക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേറൊരു രീതിയിലാണ് ആണുങ്ങൾ തിങ്ക് ചെയ്യുന്നത്, അവരുടെ മനസ്സ് ശരിയല്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുക. ഇത് ചേച്ചിയുടെ ഒരു വ്യൂ പറയുക. ഞാൻ പറയട്ടെ, കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടി ഏത് ഡ്രസ്സ് ഇട്ടാലും ഭംഗിയാണ്. അത് മറ്റുള്ളവർക്ക് അഭംഗിയായിട്ട് തോന്നുന്ന ഡ്രസ്സ് ഇട്ടിട്ട് കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മോശം കമൻറ്റുകൾ വരും. ഇങ്ങനെ ഇടുന്ന ഡ്രസ്സ് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ ഓരോ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് വളരെ മോശം ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചിലവർക്ക് ഇടുന്ന ഡ്രസ്സ് അവർക്ക് ആപ്റ്റാണ്, അത് അവരുടെ ഭംഗിയാണ് കണ്ടുവരുന്നത്. ചിലർ ഇടുന്ന മോശം ഡ്രസ്സ് ഇട്ട് വരേണ്ട അതിൻ്റെ താഴെ പച്ചയ്ക്ക് കമൻറ്റുകൾ വരാറുണ്ട്. എന്തോ ഒരു ഇതൊന്നും ഇവർ വായിക്കാറില്ലെന്ന് ഞാൻ ചിന്തിക്കും. നമ്മൾ ജനങ്ങളുടെ ഇടയിലല്ലേ, നമുക്കൊരു പോസിറ്റീവാണ് എപ്പോഴും വേണ്ടത് അല്ലേ. ചേച്ചി എന്ന് പറയണതാണോ വേണ്ടത്, അയ്യോ എന്ന് പറയണതാണോ വേണ്ടത്? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, നമ്മൾക്കല്ല വിഷമം കൂടുതൽ വരിക, ആ ഒരു വ്യക്തിയല്ല ഉള്ളത്. ഇതിൻ്റെ പുറകെ കുറേ നമ്മുടെ ഫാമിലീസും കസിൻസും ഒക്കെ ഉണ്ട് ഈ ഇതുപോലെ വൾഗർ ഇട്ട് വരുമ്പോഴുള്ള കമൻസ് വായിക്കുന്ന മോശം വൾഗർ അവർ എഴുതിയിടുന്ന ആൾക്കാർ. അത് അവരുടെ മനസ്സിന് തോന്നിയതുകൊണ്ട് എഴുതിയിരുന്നതാണ്. എന്തുകൊണ്ട്? ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം. മാന്യമായിട്ട് ഡ്രസ്സ് ഇട്ട് എത്രയോ പേര് വന്ന് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ മാന്യത എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ സെറ്റും മുണ്ടും സാരി ഉടുത്ത് വരുന്ന ഒരു മാന്യതയല്ല. നമ്മുടെ സ്ട്രെച്ചർ ഇപ്പം ഞാൻ ഇടുന്ന ഡ്രസ്സ് എനിക്ക് ചേരുന്ന, എനിക്കൊരു ജീൻസും ചെറിയ ടോപ്പ് ഇട്ട് വരാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം എൻ്റെ ഡ്രസ്സ് എൻ്റെ ശരീരത്തിന് ചേർന്നതല്ല. നമ്മുടെ ശരീരത്തിന് ചേരുന്ന ഏത് ഡ്രസ്സും ഭംഗിയായിട്ട് ഇട്ടിട്ട് വന്നാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ആവശ്യം നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗങ്ങളൊക്കെ പുറത്ത് കാണിച്ച് ആണുങ്ങൾ നോക്കിപ്പോയാൽ കുറ്റം എന്ന് പറയുന്നത് തെറ്റ്. അതിനെന്താ ചെയ്യേണ്ടത്? ആണുങ്ങളായ നോക്കും ഇല്ലേ? ഇപ്പോൾ ഒരു സെറ്റും മുണ്ടെടുത്ത് വരുന്ന ഒരു ലേഡി, പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, നല്ലപോലെ സെറ്റും മുണ്ടെടുത്ത് വരുന്ന ഒരു ലേഡി ഒന്ന് കാറ്റത്ത് മാറി ആ സെറ്റ് മാറുമ്പോൾ കാണാനൊരു ഭംഗി വയറുണ്ടെന്ന് പറഞ്ഞാൽ സത്യം അല്ലേ? നമ്മൾ കണ്ടാലും അയ്യോ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറയും. അതിലെന്താ തെറ്റ്? ആണുങ്ങൾ നോക്കിക്കോട്ടെ, ആസ്വദിക്കാനുള്ളതാണ് കണ്ണ്. പക്ഷേ ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഓരോ ഫംഗ്ഷന് വരുമ്പോൾ കൊച്ചു കുട്ടികളടക്കം ഇങ്ങനെയുള്ളൊരു ഡ്രസ്സ് ഇട്ട് കയറുമ്പോൾ അത് കാണുന്ന അരോചകമാണ്. അവർ നോക്കിപ്പോയാലാണോ കുറ്റം? നോക്കിയിട്ട് അവരെന്താ പറയുക, ഹായ് നല്ലതെന്ന് പറയില്ല, അയ്യോ എന്ന് പറയുള്ളൂ. സത്യമാണ് ഞാൻ പറയണത്. അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് വായിച്ചാൽ മാത്രം മതി നമ്മൾ ഡ്രസ്സ് സെൻസ് മാറ്റാൻ. എന്നെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അയ്യോ ചേച്ചി ആ ഡ്രസ്സ് മോശമായിരുന്നു കേട്ടോ, ചേച്ചിക്ക് ഇത് ചേരില്ല എന്ന് അന്ന് ദിവസം അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം ഞാൻ പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ. അവർ പറയുന്നത് കുറച്ച് പാലിക്കണം, കുറച്ചെങ്കിലും ഇല്ലേ. ബാക്കി നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ ഡ്രസ്സ് ഇടുന്നതോ ടോപ്പ് ഇടുന്നതോ ജീൻസ് ഇടുന്നതും ഹാഫ് ഡ്രസ്സ് ഇടുന്നതും ഒക്കെ ശരിയാണ്. പക്ഷേ പൊതുവായ ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയാറുണ്ട്.